മുഖ്യപ്രഭാഷണം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും അലയുടെ പേരിൽ, എൻ്റെ പേര് സജിത്ത്, ഞാൻ മിൽവോക്കിയിലാണ് താമസിക്കുന്നത്. അലയുടെ വിസ്കോൺസിൻ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. അലയെ പറ്റി പറയുകയാണെങ്കിൽ, അല ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക എന്ന പേരിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. അത് അമേരിക്കയിലുടനീളം, ഇതൊരു സാധാരണ പല സംഘടനകളും നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോരോ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെയാണ്. അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല ഒരു ദേശീയ സംഘടനയാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കുറേ ആർട്ടും അതേമാതിരി സാഹിത്യ രംഗത്ത് താല്പര്യമുള്ളവർ ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ സംഘടന. അതിലേക്കധികം മെമ്പർമാരൊന്നുമില്ല, വളരെ കുറച്ച് പേര്, ഇതുപോലെ താല്പര്യമുള്ള കുറച്ച് പേരേ ഉള്ളൂ. മൊത്തം US എടുത്തു കഴിഞ്ഞാൽ 300 മെമ്പർമാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിലും ഞങ്ങൾക്ക് 5-10 വ്യക്തികളാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അലയിൽ മെമ്പറാകുന്നത് 2018 തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ അലയെ പറ്റി കേട്ടിട്ടുണ്ട്. പല സുഹൃത്തുക്കളുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പരിചയപ്പെട്ട പലരിൽ നിന്നും അതേപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ 2018 നമ്മൾ കേരളം അനുഭവിച്ച ഒരു ദുരന്തം ആയിരുന്നു വെള്ളപ്പൊക്കം. ആ സമയത്ത് അല എടുത്ത ചില നിലപാടുകളും ഇതൊക്കെ അലയെ വ്യത്യസ്തമാക്കി മറ്റുള്ള സംഘടനകളുമായിട്ട്. അങ്ങനെയാണ് അലയിലേക്ക് എന്നെ കൂടുതൽ ആകർഷിച്ചത്. പിന്നെ നമ്മൾ കോവിഡ് സമയത്ത് അല നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിന്നെ ഗവൺമെൻറ്റും ഒക്കെ ആയി ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അലയിൽ മെമ്പറാകുന്നത്. അത് മാത്രം കണ്ടുകൊണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എത്രയോ പല സംഘടനകളും ഇവിടുന്ന് പലതും ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അല വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്ത് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റും പല കലക്ടർമാരും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം $1.5 ലക്ഷം എക്യുപ്മെൻറ്റ്സാണ് ഡയറക്റ്റായിട്ട് ഹെൽത്ത് സെൻ്ററുകളിലേക്കും അതുപോലെയുള്ള പല മെഡിക്കൽ കെയർ യൂണിറ്റുകളിലേക്കും ഇവിടുന്ന് നമ്മൾ സോഴ്സ് ചെയ്ത് അയക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള പല ഇടപെടലുകളും അലയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി. അലയുടെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് പോലെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോവുക, അവരിലൂടെ നമ്മളെ പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൂടിയായിരുന്നു അലയുടെ ഒരു പ്രധാന മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് എന്നെ അലയിലേക്ക് ആകർഷിച്ചത്. പിന്നെ അല ചെയ്തു വരുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ നാട്ടിൽ എന്തിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. കൂടാതെ US നമ്മൾ സംഘടിപ്പിച്ചു വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള മാതൃഭൂമി കലോത്സവം, അതുപോലെ ഉള്ള ലിറ്ററേച്ചർ വയനാട് സാംസ്കാരിക സമ്മേളനം, ഇതുപോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നമുക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവരാം, അതുപോലെയുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമുക്ക് എങ്ങനെ ഇവിടെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് അലയ്ക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ US സംഘടിപ്പിക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഇയർ നമ്മൾ ഷിക്കാഗോയിലും പിന്നെ ന്യൂയോർക്കിലുമായിരുന്നു ചെയ്തത്. അതിൽ സക്കറിയ സാർ, ബെന്യാമിൻ പോലുള്ള ആളുകളെ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഒരു ദിവസം നീണ്ടു നിന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് പലവിധ സംവാദങ്ങളും ആളുകൾക്ക് അവരുമായി സംവാദിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു.
നമുക്ക് സംസാരിക്കാനും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ളൊരു സംവിധാനം. കൂടാതെ വൈകുന്നേരം ചില കലാ പരിപാടികളോടുകൂടി കഥകളി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അത് ഒരു ദിവസം നീണ്ടുനിന്ന ഒരു പരിപാടിയായിരുന്നു. അത് നമുക്ക് അടുത്ത വർഷം വീണ്ടും ഈ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ന്യൂജേഴ്സിയിലും സിയാറ്റലിലുമായിരുന്നു. അതിൽ നാട്ടിൽ നിന്ന് വന്നവർ ബാലേന്ദ്ര ചുള്ളിക്കാട്, സുനിൽ പേരാണ്, അതുപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഉഷ തരൂർ, ഇവരൊക്കെയായിരുന്നു നമുക്ക് പാനലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ വൈൻഡപ്പ് ചെയ്തത് നാട്ടിൽ നിന്ന് വന്ന ഒരു പ്രഗത്ഭനായ സംവിധായകനും നാടക ആചാര്യനുമായ പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ബഷീറിൻ്റെ 3 കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അതിലുകൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു ആ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചത്. ഇതൊക്കെ അലയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത് നടത്തി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ആദിവാസി മേഖലകളിലും അവിടെയൊക്കെയുള്ള വയനാട്, പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളെ അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള സ്ഥലത്തേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി അവർക്ക് എല്ലാവർക്കും ഒരു നിശ്ചിത സംഖ്യ എല്ലാ മാസവും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് മലയാള വെബ്സൈറ്റിലുണ്ട്, എത്ര കുട്ടികളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൂടാതെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പല പല സമയത്തും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസം 1-ാം തീയതി അവർക്ക് കൃത്യമായിട്ട് വിശ്വസിച്ച് കിട്ടാവുന്ന ഒരു ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള അതുകൂടാതെ അവർക്ക് ഇവിടെയുള്ള നമ്മുടെ അലയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഇതിലും മെഡിസിനിലും എല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് അതാത് സമയങ്ങളിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതേപോലെ ഗൈഡൻസ് എങ്ങനെ അവരുടെ കരിയർ കൊണ്ടുപോകാമെന്നുള്ളതിലും അതിനുള്ള സംവിധാനം കൂടെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഉള്ള ഒരു പാനൽ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാര്യങ്ങളല്ല ചെയ്യുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലയാളം മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സംഘടിപ്പിക്കുന്ന അലയുടെ മലയാളം ക്ലാസ്. ഇത് തുടങ്ങിയത് നമ്മൾ സൂം അധികവും നടക്കുന്നതും സൂമിൽ തന്നെയാണ്. ഇൻ പേഴ്സൺ മലയാളം ക്ലാസ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആകെ ഷിക്കാഗോ ചാപ്റ്റർ നടക്കുന്നുണ്ട്, വിസ്കോൺസിൻ ഇവിടെയാണ്. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സൂമിലുള്ളതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് ഇൻ പേഴ്സൺ ഒരു കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ഇത് കണ്ടിട്ട് എൻ്റെ മോനൊക്കെ സൂം കോളിലായിരുന്നു മലയാളം ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡോറിൻ്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ പലപ്പോഴും നോട്ട്സ് എഴുതുന്നതൊക്കെ അതിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലും ഒക്കെയാണ്, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പഠിക്കുന്നവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്കിവിടെ ഇങ്ങനൊരു സംവിധാനം ഒരുക്കാൻ സഹായിച്ച ജ്യോതിയും വിഷ്ണുവിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇതൊരു വലിയൊരു കമ്മിറ്റ്മെൻ്റാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ പല സ്ഥലത്തും പലതും ശ്രമിച്ച് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കമ്മിറ്റ്മെൻ്റാണ്. കാരണം എല്ലാ ആഴ്ചയും ഇങ്ങനെയൊരു ക്ലാസ് സംഘടിപ്പിക്കുക, അതിന് വേണ്ട പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ചിലപ്പോൾ ക്ലാസ് 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനു വേണ്ടി നമ്മൾ മെനക്കെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ആ ദിവസം മുഴുവൻ അതുമായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാവും. പിന്നെ ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ ഇവിടെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അതായത് ഇത്രയും കുട്ടികൾക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. അതിന് ഓരോരോ രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകം നന്ദി പറയാം. നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇവിടെ പല പല ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നവരാണ്. എല്ലാവരും ഇപ്പോൾ 2 കുട്ടികളും 3 കുട്ടികളൊക്കെ ഉള്ളവരും പല ആക്ടിവിറ്റി ആയിട്ട് പല സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആകെയുള്ളത് നമുക്കൊരു വീക്കെൻഡാണ്. ആ വീക്കെൻഡിൽ ഇതിനു വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യം ഇല്ല. അതിനകത്ത് എപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം,
നമ്മുടെ എല്ലാവരുടെയും തിരക്കുകൾ. അപ്പോൾ അതിന് ഞാൻ രക്ഷിതാക്കളെയും അതിനുവേണ്ടി വരാൻ തയ്യാറായ കുട്ടികളെയും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കുട്ടികൾ ഓരോ കാര്യം പറയുന്ന സമയത്ത് അവരുടെ ഉച്ചാരണം പലതും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പോലും അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളവർ മലബാർ സ്ലാങ് കയറി വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് എങ്ങനെ ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയും ആശാൻ്റെയൊക്കെ കവിതകൾ അവരത് പഠിച്ച് പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മുടെ ഭാഷയിലാണ്. നമുക്കൊരു സങ്കടം വരുമ്പോഴും, നമ്മൾ സ്നേഹം വരുമ്പോഴും, നമ്മുടെ ഇമോഷൻസിൽ ഇന്റേണലി നമ്മൾ ചിന്തിക്കുന്നത് മലയാള ഭാഷയിൽ തന്നെയാണ്. എന്തെങ്കിലും ഒരാളെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ പറയാൻ വരും, ഉള്ളിൽ അത് പ്രോസസ്സ് ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ജനറേഷന് നമുക്കത് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന, പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം അവർ ഇവിടെ വളർന്ന കുട്ടികൾ ഇവിടുത്തെ രീതിയിലായിരിക്കും ചിന്തിക്കും, കാര്യങ്ങളും അവർ കാണുന്നതും റിലേറ്റ് ചെയ്യുന്നതൊക്കെ വേറെ രീതിയിലായിരിക്കും. പക്ഷെ അവർക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ കാര്യമാണ്. അവർക്കിത് ഭാഷ മനസ്സിലാക്കുക, ഭാഷയിലൂടെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഉത്സവങ്ങൾ, അതേമാതിരി നാട്ടിലെ പല ഇത് പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പലതും കാണുമ്പോൾ നമ്മൾ കേരളത്തോട് ബന്ധിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും കൂടെ വ്യക്തമാകുന്ന ഒരു രീതിയിലേക്ക് ഇങ്ങനെ പടിപടിയായിട്ട് പതുക്കെ അവിടത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ കണ്ട് മറന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. ഇപ്പോൾ കൂടാതെ സാക്ഷരത എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാക്ഷരത എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളെ സാക്ഷര മിഷൻ, കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സാക്ഷരതാ മിഷൻ തുടങ്ങിയ സമയത്ത് അതിനെപ്പറ്റി അടുത്ത കാലത്തൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കേരളത്തിനെ പറ്റിയിട്ട് ലിറ്ററസി എന്ന് പറഞ്ഞ അത് യൂസ് ചെയ്തിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മറുപടിയായി വിനോദ് നാരായൺ എഴുതിയൊരു ലേഖനം ഉണ്ടായിരുന്നു. അതായത് സാക്ഷരത കേരളത്തിൻ്റെ ഭാഗമായിട്ട് സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ച സമയത്ത് അതിൽ ഭയങ്കര എന്താ പറയുക ഒരു പ്രോജക്റ്റായിരുന്നു. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവർ ജോലി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ അവരുടെ ഏറ്റവും കൂടുതൽ സമയവും കാര്യങ്ങളും എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് പ്രായമുള്ളവർക്കും അതേപോലെ എഴുത്തും വായന അറിയാത്തവർക്കും വേണ്ടിയിട്ട് അവർ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. പല സന്നദ്ധ സംഘടനകളും, സ്കൂൾ മാഷന്മാർ, അതേമാതിരി നാട്ടിലെ പോസ്റ്റ് മാഷ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് അത് ഏറ്റെടുത്ത് അത് ചെയ്തിട്ട് അതിൻ്റെ എത്രയോ ദിവസത്തെ 3 ദിവസത്തെ പരിപാടിയുടെ അവസാനമായി കോഴിക്കോട് മാനേജർ സ്ക്വയറിൽ ഒരു പബ്ലിക് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെന്യൂവിൽ ഈ പഠിച്ചതിൻ്റെ ഒരു അവലോകനം വരും. അപ്പം അതിൽ ഒരു 90 വയസ്സായിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 ലൈൻ വായിച്ചു. അതായത് അവരാദ്യമായിട്ടാണ് മലയാള ഭാഷ വായിക്കുന്നത്. 90 വയസ്സായി. അപ്പോൾ അവർ വന്ന് ആദ്യത്തെ 2 ലൈൻ വായിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. അപ്പം അത് ഞാനത് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര, കാരണം അവരുടെ മനസ്സിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഈ മണി ഓർഡർ ഒപ്പിട്ട് വാങ്ങുന്ന സമയത്ത് തമ്പിൻ കൃഷ്ണ ചെറുതായിട്ടുള്ള പേരെഴുതുക. കാരണം എൻ്റെ അച്ഛനെയൊക്കെ എഴുതുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആകെ പേര് മാത്രം എഴുതാൻ അറിയില്ല, പക്ഷേ ആ പേര് എഴുതാൻ അറിയുന്നത് തന്നെ ഭയങ്കര ഒരു അഭിമാനം പോലെയായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഇതിലാണ് എനിക്ക് സാക്ഷരത എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിലാകുന്ന താഴെ വന്നത്. അപ്പോൾ കൂടുതലും പറഞ്ഞിട്ട് അധിക പ്രശ്നമാകുന്നില്ല. അപ്പോൾ ഇതിലൂടെ ഇത്രയും നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അലയുടെ പേരിലും അലയ വിസ്കോൺസിൻ ചാപ്റ്ററിൻ്റെ പേരിലും വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് കൂടുതൽ സംഘടിപ്പിക്കണം. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരിടും.